എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടും ഇരിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പേഴ്സൺ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നാള് പ്രകാരം ഒന്ന് നോക്കാമോ എന്ന്. നാള് പ്രകാരം നോക്കുന്ന ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ നമുക്ക് രാശികൾ വെച്ചിട്ട് സെപ്പറേറ്റ് വീഡിയോസ് ആയിട്ട് ചെയ്യാം. അതായത് ഇതില് സിംഗിൾസിന് ഉണ്ടായിരിക്കും, മാരീഡ് പീപ്പിളിന് ഇൻക്ലൂഡഡ് ആയിരിക്കും, അതേപോലെ എക്സ്ട്രാ മാരിറ്റൽ തേർഡ് പാർട്ടി സിറ്റുവേഷനിലൊക്കെ ഉള്ളവർക്കും ഇതിൽ എന്താണ് നമ്മുടെ അടുത്ത സിറ്റുവേഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ പ്രോഗ്രസ് എങ്ങനെയായിരിക്കും എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ അതാത് രാശിക്കാർക്ക് ഉള്ളവർ ഇത് നോക്കിക്കോളുക. ആദ്യമായിട്ട് മേടരാശിക്കാർക്കാണ് ഏരീസ് സോഡിയാക്കുള്ള മേടരാശിക്കാർക്കുള്ളതാണ് ആദ്യം നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും സിംഗിൾസ് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഉള്ളത് ഇതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും കേട്ടോ. അതായത് രാശിയിൽ നോക്കിക്കോളുക. ഓർക്കുക, ഇതൊരു ജനറൽ ടൈംലെസ് കളക്റ്റീവ് റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങൾ ജനറൽ ഗൈഡൻസിനും എന്റർടൈൻമെന്റിനും മാത്രമായിട്ട് ഇത് കാണുക. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. കാർഡ്സ് ഷഫിൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ പേഴ്സണൽ മനസ്സിൽ റിലേഷൻഷിപ്പ് റീഡിംഗ് തന്നെയാണ് കേട്ടോ. കാർഡ്സ് ഷഫിൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ പേഴ്സന്റെ പേര് 3 പ്രാവശ്യം അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രാവശ്യം മനസ്സിലേക്ക് കൊണ്ടുവരിക. ഞാനിപ്പോൾ സ്പെസിഫിക് ആയിട്ട് നോക്കാൻ പോകുന്നത് ഇനിയത്തെ ഒരു മാസം, അതായത് ജൂലൈ 1 മുതൽ എൻഡ് വരെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ പ്രോഗ്രസ് എങ്ങനെയായിരിക്കും, അല്ല സിംഗിൾസ് ആണെങ്കിൽ നിങ്ങൾക്കുള്ള പുതിയ പ്രോസ്പെക്ട്സ് എന്തായിരിക്കും എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷനിലുള്ളവർക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുമോ എന്നും നമുക്ക് നോക്കാം. ആദ്യം സെപ്പറേറ്റ് ആയിട്ട് നോക്കാം കേട്ടോ. ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ സിംഗിൾസ് ആയിട്ടുള്ള വ്യൂവേഴ്സിന് അവരുടെ ലൈഫിൽ എന്തെങ്കിലും പുതിയ റൊമാൻറ്റിക് പ്രോസ്പെക്ട്സ് വരാൻ സാധ്യതയുണ്ടോ? ചിലരെങ്കിലും മാരീഡ് ആവാൻ സാധ്യതയുണ്ടോ? ചിലർക്കെങ്കിലും അവരുടെ സോൾമേറ്റ് ട്വിൻ ഫ്ലെയിം ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുമോ? മേടരാശിക്കാർക്കായിട്ടാണ് ഞാനിത് നോക്കുന്നത്. ഡിവൈൻ മേടരാശിക്കാർക്ക് വേണ്ടി പറയൂ. എൻ്റെ മേടരാശിക്കാരായിട്ടുള്ള വ്യൂവേഴ്സിന്, അതായത് ഏരീസ് സോഡിയാക്കുള്ള എൻ്റെ വ്യൂവേഴ്സിൻ്റെ ലൈഫിൽ, സിംഗിൾസ് ആയിട്ടുള്ള വ്യൂവേഴ്സിൻ്റെ ലൈഫിൽ പുതിയ പ്രോസ്പെക്ട്സ് വരാൻ സാധ്യതയുണ്ടോ? റൊമാൻറ്റിക് പ്രോസ്പെക്ട്സ്, ഇവർക്കൊരു മാരേജോ എല്ലാം സാധ്യമാണോ എന്ന് പറയുക. 6 ഓഫ് വാൻഡ്സ്, കല്യാണം, വിക്ടറി. 6 ഓഫ് കപ്സ്. കുറച്ച് കാർഡ്സേ എടുക്കുള്ളൂ, കാരണം നമുക്ക് ബാക്കി എല്ലാവർക്കും കവർ ചെയ്യാനുണ്ട്. 4 ഓഫ് വാൻഡ്സ് ആൻഡ് മജീഷ്യൻ. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ട് സ്റ്റാർ കാർഡ് ആണ്. സ്റ്റാർ കാർഡ് എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പൊ എല്ലാവർക്കും അറിയാം. വിഷ് ഫുൾഫിൽമെന്റ്. ഇത് സ്പെസിഫിക്കലി സിംഗിൾസിനാണേ. ഓക്കെ, ഇതില് മേജർ ആയിട്ട് നിങ്ങൾക്ക് വിഷ് ഫുൾഫിൽമെന്റ് വരാൻ പോകുന്ന 2 മേജർ രാശിക്കാരുണ്ടല്ലോ. അവർ വന്നിട്ട് ടോറസ് ഋഷഭ രാശിയിലുള്ളവരും പിന്നെ അക്വേറിയസ് കുംഭരാശിയിലുള്ളവർക്കുമാണ് മേജർ ആയിട്ട് ഈ വിഷ് ഫുൾഫിൽമെന്റ് വരുന്നതായിട്ട് കാണുന്നത്. ഓക്കെ, അതായത് നിങ്ങളുടെ പേഴ്സൺ, നിങ്ങൾ മേടരാശിക്കാരാണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ടോറസ് ആയിരിക്കും അല്ലെങ്കിൽ കുംഭരാശിക്കാരായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലായല്ലോ, വൈസ് വേഴ്സ വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അതായത് ഇതിലിപ്പോ റിഫ്ലക്റ്റ് ആയിട്ടുള്ള സോഡിയാക്ക് എന്താന്ന് വെച്ചാൽ, നമ്മൾ നോക്കുന്ന മേടരാശിക്കാർക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ മേടരാശിക്കാരാണ്. ഓക്കെ, അതായത് ഏരീസ് രാശിയാണ് നിങ്ങളുടെ. ഇത് നിങ്ങൾക്ക് സൺസൈൻ അല്ലെങ്കിൽ മൂൺ സൈൻ രണ്ടും വെച്ചിട്ട് നോക്കാം കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പേഴ്സൺ ഋഷഭരാശി ആയിരിക്കാം, ടോറസ് ആയിരിക്കാം, അല്ലെങ്കിൽ അക്വേറിയസ് ആയിരിക്കാം, കുംഭരാശി ആയിരിക്കാം കേട്ടോ. ഇവർക്കാണ് കൂടുതലായിട്ട് വിഷ് ഫുൾഫിൽമെന്റ് വരുന്നതായിട്ട് കാണുന്നത്. ഓക്കെ, പിന്നെ ബാക്കി രാശിക്കാര് എന്താ വെച്ചാൽ വോൺസിന്റെ എനർജിയാണ് കൂടുതലായിട്ട് വന്നിട്ടുള്ളത്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. ഓക്കെ, അത് നിങ്ങളുടെ തന്നെ ആയിരിക്കണം, കാരണം നിങ്ങൾ മേടരാശിക്കാരാണല്ലോ. അതേപോലെ കപ്സിന്റെ ഇത് വെച്ചാൽ ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ്, കർക്കിടകം, വൃശ്ചികം, മീനം. നിങ്ങളുടെ മനസ്സിലുള്ള പാർട്ട്ണർ ഈ രാശിയിൽ പെടുന്നതായിരിക്കാം. ഓക്കെ, ഈ രാശികളിൽ പെട്ടവർക്കാണ് കൂടുതലായിട്ടും വിഷ് ഫുൾഫിൽമെന്റ് വരുന്നതായിട്ട് കാണുന്നത്. സിംഗിൾസ് ഫോർ യു,
അതായത് 6 of Wands വെച്ചിട്ട് നിങ്ങൾ ഒരാളെ പ്രപ്പോസ് ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു മാരേജിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവായിട്ട് വരും. അതായത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പ്രപ്പോസലായിട്ട് മുന്നോട്ട് പോകാം. നിങ്ങൾ കാര്യമായിട്ട് ഒരു അലയൻസിനൊക്കെ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതും സക്സസ്ഫുൾ ആയിട്ട് വരും. ഈ മാസം സക്സസ് ആവാൻ സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങൾക്കൊരു ന്യൂ ലവ് ഇൻട്രസ്റ്റ് ഒക്കെയാണ്, നിങ്ങൾക്ക് പ്രപ്പോസ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നല്ല സമയമാണ്, നിങ്ങൾക്ക് പ്രപ്പോസ് ചെയ്യാവുന്നതാണ്. ഓക്കെ. അതേപോലെ സെക്കൻഡ്, നിങ്ങൾ വിചാരിക്കുന്ന പേഴ്സൺ നിങ്ങളുടെ ഒരുപാട് പഴയ ഒരു ഫ്രണ്ടാണ്. വെച്ചാൽ ഇവരുമായിട്ട് നിങ്ങൾ ഭയങ്കര ഫെമിലിയർ ആണ്, ഭയങ്കര ക്ലോസ് ആണ്. ഓക്കെ. പുതിയ ഒരു ലവ്, പുതിയ പേഴ്സൺ ഒന്നും അല്ല. യു നോ ദം ഫോർ എ ലോങ് ടൈം. അതേപോലെ നിങ്ങൾ പതിവായിട്ട് കാണാറുണ്ട്, ഗിഫ്റ്റ്സ് എക്സ്ചേഞ്ച് ചെയ്യാറുണ്ട്, സംസാരിക്കാറുണ്ട്, പഴയ കാര്യങ്ങൾ പങ്കുവെച്ച് ചിരിക്കാറുണ്ട്. ഓക്കെ. അങ്ങനെ ഒരു ഇതാണ്. നിങ്ങൾ അവരെ പ്രപ്പോസ് ചെയ്താൽ അവർ അക്സെപ്റ്റ് ചെയ്യും കേട്ടോ. അങ്ങനെ ഒരു ഇഷ്ടം മനസ്സിലുണ്ടെങ്കിൽ, വൺ സൈഡഡ് ആയിട്ടൊരു ലവ് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രപ്പോസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അവർ ഇൻട്രസ്റ്റഡ് ആയിരിക്കാൻ സാധ്യതയുണ്ട്, ഒരു അക്സെപ്റ്റൻസ് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അതേപോലെ 4 of Wands എന്ന് പറയുമ്പോൾ ഒരു സെലിബ്രേഷൻ ജോയ് ഒക്കെയാണ്. അത് തീർച്ചയായിട്ടും കല്യാണമാണ്. നിങ്ങളുടെ ഒരു പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യപ്പെടുകയും അത് മാരേജിൽ എത്തുകയും ചെയ്യും. കാരണം 1111 കാർഡാണ് 4 of Wands എന്ന് പറയുമ്പോൾ കേട്ടോ. വിഷ് ഫുൾഫിൽമെന്റ് തന്നെയാണ്. നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഒരു അലയൻസ് ഫൈനലൈസ് ആവും. ലവ് ഒന്നും ഇല്ലാത്തവരുടെ കാര്യമാണ് ഈ പറയുന്നത്. അതായത് ഇത് പ്രോബബ്ലി അറേഞ്ച്ഡ് മാരേജ് ആയിരിക്കും. നിങ്ങൾക്ക് ചിലരെങ്കിലും മാരേജ് ഫിക്സ് ആവുകയോ ഓക്കെ എൻഗേജ്മെന്റ് കഴിയുകയോ അല്ലെങ്കിൽ ചിലർക്ക് കല്യാണം തന്നെ നടക്കുകയോ ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. നിങ്ങളൊരു എലിജിബിൾ പാർട്ട്ണറെ കണ്ടുപിടിക്കും എന്നാണ് 4 of Wandsന്റെ ഞാനിത് റിലേഷൻഷിപ്പിന് മാത്രമാണ് പറയുന്നത്. ഞാൻ നിങ്ങളുടെ കരിയറോ ബാക്കി കാര്യങ്ങളോ ഒന്നും നോക്കിയിട്ടില്ല കേട്ടോ. കാരണം അതിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര വാസ്റ്റ് ആയി പോകും. കാരണം നമ്മൾ 3 കാറ്റഗറിയിലുള്ളവർക്ക് ഇത് നോക്കണം. അതുകൊണ്ട് ഓൾറെഡി എൻ്റെ വീഡിയോസ് കുറച്ച് ലോങ് ആണ്. എന്താ മജീഷ്യൻ പറഞ്ഞ നിങ്ങൾ ഇപ്പോ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലാണ്. നിങ്ങൾ ഒരാളെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരാളെ ഇഷ്ടമാണ്, അവരുടെ സൈഡിൽ നിന്ന് ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയിട്ടില്ല എന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റി മാനിഫെസ്റ്റ് ചെയ്യുക. മാനിഫെസ്റ്റേഷൻ മൂലം നിങ്ങൾക്ക് ഇത് കുറച്ചൊന്ന് ഈസി ആക്കി എടുക്കാൻ, നിങ്ങൾക്കൊരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടാനുള്ള സാധ്യത കൂട്ടാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ അതിനെപ്പറ്റി ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. നിങ്ങളുടെ മനസ്സിൽ 24 മണിക്കൂറും ഈ ചിന്തയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഇവരെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു പേപ്പറിൽ എഴുതുകയോ, മാനിഫെസ്റ്റേഷന്റെ പല രീതികളുണ്ട് കേട്ടോ. ഓരോരുത്തർ ഓരോ രീതിയിലാണ് ചെയ്യുക. ചിലർ മാനിഫെസ്റ്റ് ചെയ്യൂ, കാര്യം സക്സസ് ആവും എന്നാണ് ഇവിടെ പറയുന്നത്. ലാസ്റ്റില് സ്റ്റാർ കാർഡാണ്, വിഷ് ഫുൾഫിൽമെന്റ് തന്നെയാണ്. നിങ്ങൾ ഒരുപാട് കാലമായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പോസിറ്റിവിറ്റി കൊണ്ടുവന്നിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. നിങ്ങൾക്ക് കരിയറിലോ നിങ്ങളുടെ ലൈഫിലോ ഏതെങ്കിലും ഒരു സ്റ്റക്ക് സിറ്റുവേഷനിൽ നിങ്ങൾ നിന്നപ്പോൾ ഇവര് നിങ്ങളെ ഹെൽപ്പ് ചെയ്ത് കാണണം കേട്ടോ. ഇതൊരു ന്യൂ ലവ് ആണ്. അങ്ങനെ നിങ്ങൾക്ക് സ്നേഹം തോന്നി, നിങ്ങൾ അവരെ പ്രപ്പോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, പ്രപ്പോസ് ചെയ്തോളൂ, അത് പോസിറ്റീവായിട്ട് തന്നെ വരും എന്നാണ് പറയുന്നത്. ഓക്കെ. സോ ജൂലൈ മന്ത് സിംഗിൾസിന് പൊതുവെ നല്ല മാസമായിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. എവിടെയെങ്കിലും ആരെങ്കിലും സ്റ്റക്കായിട്ടുണ്ടെങ്കിൽ മാനിഫെസ്റ്റേഷൻ ചെയ്ത് തുടങ്ങിക്കോളൂ, നല്ലതായിട്ട് തന്നെ വരും. ഇനി മാരീഡ് കപ്പിളിനുള്ള നോക്കാം. ഡിവൈൻ പ്ലീസ് ക്ലാരിഫൈ. മേടരാശിക്കാരായിട്ടുള്ള എൻ്റെ മാരീഡ് ആയിട്ടുള്ള വ്യൂവേഴ്സ്, അവരുടെ റിലേഷൻഷിപ്പ് അവരുടെ സ്പൗസുമായിട്ട് എങ്ങനെയായിരിക്കും ഇന്നത്തെ ഒരു മാസം. എൻ്റെ മാരീഡ് ആയിട്ടുള്ള വ്യൂവേഴ്സിൻ്റെ സ്പൗസുമായിട്ട് അവരുടെ റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും ഇന്നത്തെ ഒരു മാസം, ജൂലൈ 1 മുതൽ എൻഡ് വരെ. ഡിവൈൻ പ്ലീസ് ഗീവ് ഗൈഡൻസ് ഫോർ വ്യൂവേഴ്സ് ഫോർ മാരീഡ് കപ്പിൾസ്. മേടരാശിക്കാരായിട്ടുള്ള, അതായത് ഏരീസ് രാശിയിൽപ്പെട്ട എൻ്റെ വ്യൂവേഴ്സിന് മാരീഡാണ് അവരുടെ സ്പൗസുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും എന്ന് ദയവായി കാണിച്ചു തരും. ഷഫിൾ ചെയ്യുന്ന സിംഗിൾസിന്റെ എനർജി ഒന്ന് പോവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ദയവായിട്ട് ക്ഷമിക്കുക, ഇല്ലെങ്കിൽ ആ കാർഡ്സ് തന്നെ റിപ്പീറ്റ് ആയിട്ട് വരും. ഓക്കെ.
7 of wands. Okay, 5 of swords. Hermit എനിക്ക് എല്ലാം ഒന്ന് ക്ലാരിഫൈ ചെയ്യേണ്ടി വരും കേട്ടോ. Knight of swords. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ട് 10 of cups. ഹാപ്പി ഫാമിലി തന്നെയാണ്, പക്ഷെ ബാക്കി എല്ലാ കാർഡിലും കൺഫ്യൂഷൻ ആണ്. ഓക്കെ, ഇതില് നിങ്ങളുടെ സ്പൗസ്, നിങ്ങൾ വിചാരം നിങ്ങൾ മേടരാശിയാണ്, അതായത് ഏരീസ് ആണ്. നിങ്ങളുടെ സ്പൗസ് ഏത് ആയിരിക്കും, ആ രാശിയിൽപ്പെട്ടവരുടെ ഇതായിരിക്കും ഇത് എനർജി ആയിട്ട് ഇവിടെ കണക്ട് ആയിട്ടുണ്ടായിരിക്കുക. വോൺസ് വെച്ചിട്ട് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. സ്വാട്സ് വെച്ചിട്ട് ലിബ്ര, ജമുനായി, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. ഹെർമിറ്റ് വെച്ചിട്ട് വിർഗോ ആണ്, അതായത് കന്നിരാശി. ഓക്കെ, സ്വാട്സ് ഞാൻ പറഞ്ഞു. വേറെ എന്താ, കപ്സ് ആണുള്ളത്. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കടകം, വൃശ്ചികം, മീനം. ഓക്കെ, എല്ലാ കാർഡും ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് ബാക്കി പറയാം കേട്ടോ. പ്ലീസ് ക്ലാരിഫൈ. 7 of wands. Why 7 of wands here? What is happening? What is going to happen in the life? ടെമ്പറൻസും 4 of cups ആണ്. ടെമ്പറൻസ് വെച്ചിട്ട് സാജിറ്റേറിയസ്, ധനുരാശി നിങ്ങളുടെ സ്പൗസ് കേട്ടോ. ക്ലാരിഫൈ. 5 of swords. Please clarify. 5 of swords. Ace of cups and Queen of wands. Good. കാർഡ് കണ്ടപ്പോൾ ഞാൻ പേടിച്ചു. കുഴപ്പമൊന്നുമില്ല. Clarify the hermit. Clarify the hermit. Wheel of fortune and King of swords. Okay. Clarify Knight of swords. Sorry. Clarify Knight of swords. Please clarify Knight of swords. Page of swords and 10 of wands. Clarify 10 of cups. Clarify 10 of cups, please. 4 of swords and the sun. Okay. അതായത് ഫസ്റ്റ് സെറ്റ് ഓഫ് കാർഡ് വന്നിട്ട് 7 of wands, temperance and 4 of cups. ഓക്കെ, നിങ്ങൾ മാരീഡ് കപ്പിളിന് വേണ്ടിയിട്ടാണല്ലോ നമ്മളിപ്പോൾ നോക്കുന്നത്. അതായത് നിങ്ങൾ മാരീഡ് കപ്പിൾ ആണ്, പക്ഷേ ഒരു ചെറിയ പിണക്കോ വഴക്കോ ഒക്കെ മൂലം ഒന്ന് മാറി നിൽക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം ഒന്ന് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. എന്തെങ്കിലും തർക്കമൊക്കെ ആയിരിക്കും, പക്ഷെ നിങ്ങൾ തമ്മിൽ സ്നേഹമുണ്ട്, സ്നേഹം വിട്ടുപോയിട്ടൊന്നുമില്ല. സൗന്ദര്യ പിണക്കമൊക്കെ ആയിട്ട് പോയിരിക്കാനാണ് സാധ്യത. തൽക്കാലം ഒന്ന് ബ്ലോക്ക് ചെയ്തിരിക്കട്ടെ, ഒന്ന് പേടിപ്പിക്കാന്നൊക്കെ വിചാരിച്ചിട്ട് ചെയ്യുന്ന ആൾക്കാരില്ലേ, അതുപോലെ. ഓക്കെ, അങ്ങനെ ഉള്ള സിറ്റുവേഷനിൽ നിങ്ങൾ പരസ്പരം ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഉള്ള സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു റീകൺസിലിയേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയാണ് കാണുന്നത്. നിങ്ങൾ ഒരു ഈക്വൽ ബാലൻസിൽ എത്താൻ കഴിയും. നിങ്ങൾക്ക് നല്ല ഏഞ്ചൽ ഗൈഡൻസ് ഉണ്ട്, ഏഞ്ചൽ പ്രൊട്ടക്ഷൻ നല്ലോണം തന്നെ ഉണ്ട്. നിങ്ങൾ ഇമോഷണലി കണക്റ്റഡ് ആണ്. അതുകൊണ്ട് നിങ്ങൾ ഈ മാസം തമ്മിൽ സംസാരിച്ച് ഈ പ്രശ്നം സോൾവ് ചെയ്യുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്, ഒന്നിച്ചെത്തുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സന്റെ സോഡിയക്സ് ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങളുടെ പേഴ്സൺ ടെമ്പറൻസ് വെച്ചിട്ട് സാജിറ്റേറിയസ്, ധനു രാശി ആയിരിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ കപ്സിന്റെ എനർജി വെച്ചിട്ട് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കടകം, വൃശ്ചികം, മീനം. വോൺസ് വെച്ചിട്ട് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. ഇതിൽ ഏതെങ്കിലും രാശിയിൽപ്പെട്ട ആളായിരിക്കും നിങ്ങളുടെ സ്പൗസ്. സെക്കൻഡ് സെറ്റ് ഓഫ് കാർഡ്സ് 5 of swords, Ace of cups and Queen of wands. ഇവിടെ കാണുന്നത് നിങ്ങൾ മിക്കവാറും വീട്ടുകാരെ എതിർത്ത് കല്യാണം കഴിച്ചിട്ടുള്ള കപ്പിൾസ് ആയിരിക്കണം. നിങ്ങൾ ഒന്നിച്ച് ഹാപ്പിയാണ്,
ഇനി ഈ മാസം ഹാപ്പി തന്നെയാണ്. അവിടെ നിങ്ങൾ തമ്മിൽ യാതൊരു ഇഷ്യൂസും കാണുന്നില്ല. കാരണം വളരെ സ്നേഹവും അട്രാക്ഷനും പരസ്പര റെസ്പെക്റ്റും എല്ലാം കാണുന്നുണ്ട് അവിടെ. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഫാമിലി നിങ്ങളെ പിരിഞ്ഞിരിക്കുകയാണെങ്കിൽ, നിങ്ങളെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല, നിങ്ങളുടെ മാരേജ് അവർ അക്സെപ്റ്റ് ചെയ്യാതെ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിയുമായിട്ട് ഒരു റീകൺസിലിയേഷൻ പോസിബിൾ ആവുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ഫാമിലി ഒരു പക്ഷേ നിങ്ങളുടെ സ്പൗസിനെ അവരുടെ വീട്ടിലേക്ക് വിളിക്കുകയോ നിങ്ങളെ രണ്ടുപേരെയും കൂടെ അവരുടെ വീട്ടിലേക്ക് ക്ഷണിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടാവും. ഒരു ഫാമിലി റീകൺസിലിയേഷൻ അവിടെ കാണുന്നുണ്ട്. അടുത്ത സെറ്റ് ഓഫ് കാർഡ് വന്നിട്ട് ഹെർമിറ്റ്, വീൽ ഓഫ് ഫോർച്യൂൺ ആൻഡ് കിങ് ഓഫ് സോർഡ്സ്. അതായത് ഇവിടെ പ്രശ്നം നിങ്ങളുടെ പേഴ്സന്റെ ഈഗോയാണ്. വളരെ സ്ട്രോങ് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങളുടെ ആള്. ഓക്കെ, കിങ് ഓഫ് സോർഡ്സ് വെച്ചിട്ട് ലിബ്ര, ജമുന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം ഇതിലേതൊരു രാശിയിലുള്ള ആളായിരിക്കും. മേജറായിട്ട് വിർഗോക്കാരാണ്, കന്നി രാശിയാണ് കൂടുതലായിട്ടും കാണുന്നത്. വീൽ ഓഫ് ഫോർച്യൂൺ വെച്ചാൽ എല്ലാ രാശിയും തന്നെ ഉണ്ട്, പക്ഷെ ഇത് രണ്ടും കുറച്ച് കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവരുടെ ഈഗോ ആണ് ഏറ്റവും വലിയ പ്രശ്നം. ഇവർക്ക് മനസ്സിൽ സ്നേഹമുണ്ട്, പക്ഷെ ഇവരുടെ ഒരു സോറി ഒക്കെ പറയാന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കഴുത്ത് വെട്ടുന്ന പോലെയാണ്. ഇവർക്ക് പറ്റില്ല ഒരു സോറി. അവരുടെ മിസ്റ്റേക്ക് ആണെന്ന് ഇവർക്ക് അറിഞ്ഞാൽ പോലും ഇവര് മനസ്സിലിട്ട് വിഷമിക്കുമെന്നല്ലാതെ ഇവർ പുറത്തേക്ക് കാണിക്കില്ല. ഓക്കെ, നിങ്ങളുടെ അടുത്ത് ഒരു സോറി ഒക്കെ പറയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പറ്റാത്തൊരു കാര്യമാണ്. അതായത് ഇവര് വിചാരിക്കുന്നത് ഇവരുടെ മിസ്റ്റേക്ക് ആണെങ്കിൽ പോലും നിങ്ങൾ സോറി പറഞ്ഞ് സിറ്റുവേഷൻ മാറ്റി ഇവരുടെ കൂടെ നിൽക്കണം എന്നാണ് ഇവര് വിചാരിക്കുന്നത്. കാരണം ഇത്തിരി കൺട്രോൾ ഇഷ്യൂസ് ഉള്ള ആൾക്കാരായിരിക്കും. സ്നേഹക്കുറവാണോ എന്ന് ചോദിച്ചാൽ അല്ല, ഉള്ളില് വളരെയധികം സ്നേഹമുണ്ട്. നിങ്ങളോട്ട് വഴക്കിട്ടാൽ അവർക്ക് വിഷമവുമാണ്, പക്ഷെ ഇവരിത് പുറത്ത് കാണിക്കില്ല. നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നാണ് ഇവര് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ സിറ്റുവേഷൻ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും കേട്ടോ. പക്ഷെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. കാരണം ആ സിറ്റുവേഷനിൽ വഴക്കൊക്കെ ആണെങ്കിൽ അത് ചേഞ്ച് ആയി വരുന്ന ഗുഡ് ലക്കിലേക്ക് വരുന്നതായിട്ട് വീൽ ഓഫ് ഫോർച്യൂൺ പറഞ്ഞ് ഗുഡ് ടേൺ ഓഫ് ഇവന്റ്സ് ആണ്. അപ്പം നല്ല രീതിയിൽ കാര്യങ്ങൾ മാറുന്നു. ഒരു പക്ഷേ ഇവര് കുറച്ച് ക്ഷമാശീലമൊക്കെ ഈ മാസം കുറച്ച് ക്ഷമയോടെ വഴക്കൊന്നും ഇല്ലാതെ പോവാൻ ഇവർ ശ്രമിക്കുമായിരിക്കും. അതുകൊണ്ടായിരിക്കും അങ്ങനെ കണ്ടത്. അപ്പോൾ എന്തായാലും ഇവരുടെ ബേസിക് സ്വഭാവം മാറാനൊന്നും പോകുന്നില്ല. നിങ്ങൾ മാനേജ് ചെയ്ത് പോകുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കും ഇനിയത്തെ ഒരു മാസം. അടുത്ത സെറ്റ് ഓഫ് കാർഡ്സ് പറയുമ്പോൾ നൈറ്റ് ഓഫ് സ്വാർഡ്സ്, പേജ് ഓഫ് സ്വാർഡ്സ് ആൻഡ് 10 ഓഫ് വാൻഡ്സ്. ഇവരുടെ എടുത്ത് ചാട്ടം ഒരു വലിയ പ്രശ്നമാണ് നിങ്ങൾക്ക്. ഭയങ്കര ഇമ്പൾസീവ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് വായി തോന്നുന്നത് വിളിച്ച് പറയുക. ഓക്കെ, എന്നിട്ട് നിങ്ങളെ പ്രശ്നത്തിലാക്കുക. ഇവരുടെ ഫാമിലി എന്നില്ല, നിങ്ങളുടെ ഫാമിലി എന്നില്ല, ആരെന്നില്ല, ഫ്രണ്ട്സ് എന്നില്ല, ആരുടെ അടുത്ത് വേണമെങ്കിൽ പെട്ടെന്ന് ഇമ്പൾസീവ് ആയിട്ട് എന്തെങ്കിലും പെരുമാറുകയോ പറയുകയൊക്കെ ചെയ്യും. പക്ഷെ നിങ്ങളെ പ്രശ്നത്തിലാവുന്ന, ടെൻഷനിലാവുന്നത് നിങ്ങളാണ്. നിങ്ങൾ ഈ സ്വഭാവം കാരണം എക്സോസ്റ്റഡ് ആണ്. ഓക്കെ, വളരെയധികം സോർട്സിന്റെ എനർജിയാണ് കൂടുതലായിട്ടും വന്നിരിക്കുന്നത്. ലിബ്ര, ജമുന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. ചിലപ്പോൾ പുറത്തുനിന്നുള്ളവർ നോക്കുമ്പോൾ നിങ്ങളെ വളരെ ക്ഷമയുള്ള ഒരാളായിട്ടായിരിക്കും തോന്നുന്നുണ്ടാവുക. പക്ഷെ വീട്ടിന്റെ അകത്ത് നിങ്ങളുടെ സ്പൗസ്, നിങ്ങളല്ല, നിങ്ങളുടെ സ്പൗസ് വളരെ ഇമ്പൾസീവ് ആണ്. പെട്ടെന്ന് നിങ്ങളുടെ അടുത്തായാലും പെട്ടെന്ന് ദേഷ്യപ്പെടുന്നുണ്ടായിരിക്കും. എന്തെങ്കിലും ചെറിയ കാര്യമായിരിക്കും, ഇവിടെ ദേഷ്യപ്പെടേണ്ട ആവശ്യമേ ഉണ്ടായിരിക്കില്ല, അവിടെ പെട്ടെന്ന് ഫ്ലയർ എന്തിനാ ദേഷ്യപ്പെട്ടതെന്ന് പോലും അറിയാത്ത രീതിയിൽ ദേഷ്യപ്പെടും. അങ്ങനെ എന്നിട്ട് അതിനുള്ള എക്സ്പ്ലനേഷനും നിങ്ങൾക്ക് കിട്ടില്ല. എന്തിനായിരുന്നു വഴക്ക് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതാണ് അവിടെ പ്രശ്നം. നിങ്ങൾ സിറ്റുവേഷനിൽ എക്സോസ്റ്റഡ് ആണ്. ഇത് എന്ത് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തൊരവസ്ഥയിൽ ആണ് നിങ്ങൾ ഇപ്പോൾ ആസ് ഇറ്റ് ഈസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയത്തെ മാസം നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടായാൽ നമുക്കൊന്ന് നോക്കാം. ക്വീൻ ഓഫ് പെന്റക്കിൾസും സ്ട്രെങ്ത്തും ആണ് വന്നത് കേട്ടോ. അതായത് നിങ്ങൾ വളരെ ക്ഷമയോടെ കാര്യം ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോകുന്ന തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങളാണ് ഇവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് കൊടുക്കുന്ന, ക്ഷമയോടെ ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന നിങ്ങളാണ്. ഈ ഒരു മാസവും നിങ്ങൾ അത് തന്നെ ചെയ്യും. ഇവരുടെ ബേസിക് ക്യാരക്ടറിൽ യാതൊരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ ക്ഷമയോടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാണ് കാണുന്നത്. അത് അങ്ങനെ തന്നെ തുടരുന്നതായിരിക്കും. ലാസ്റ്റ് സെറ്റ് ഓഫ് കാർഡ്സ് വന്നിട്ട് 10 ഓഫ് കപ്സ്, the sun and
ഓക്കെ, കാണാമോ? 10 of Cups, the Sun and 4 of Swords. അതായത് നിങ്ങൾ ആസ് ഇറ്റ് ഈസ് ഹാപ്പി ഫാമിലിയൊക്കെയാണ്, വേറെ യാതൊരു ഇഷ്യൂസും നിങ്ങൾ തമ്മിൽ കാണുന്നില്ല, വളരെ സ്നേഹത്തോടൊക്കെ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മാസം നിങ്ങളുടെ കുട്ടികളിൽ ആർക്കെങ്കിലും ഒരു നിങ്ങൾ കുട്ടികൾ മൂലം ചെറിയൊരു സ്ട്രെസ്സിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒന്നുകിൽ അവർക്കൊരു ചെറിയ അസുഖം വരികയോ, വലിയ രീതിയിലൊന്നും അല്ല, ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു അസുഖം വരികയോ, അവരൊന്ന് വീണ് പരിക്ക് പറ്റുകയോ, അല്ലെങ്കിൽ വേറെന്താണ് എക്സാം പഠിപ്പിന്റെ കാര്യത്തിൽ വല്ലതും കുറച്ച് എന്തെങ്കിലും ഒരു സ്ട്രെസ് നിങ്ങൾ കുട്ടികളുടെ കാര്യത്തിൽ ഫേസ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നല്ലാതെ വേറെ ആസ് ഇറ്റ് ഈസ് നിങ്ങളുടെ ഹാപ്പി ഫാമിലി തന്നെയാണ്. ഈ സിറ്റുവേഷനും നിങ്ങൾ സോൾവ് ചെയ്ത് പോകുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. പക്ഷെ ആ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ഉണ്ടാവാനുള്ള ഒരു സാധ്യത അവിടെ കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിലല്ല, നിങ്ങളുടെ കുട്ടികൾ മൂലം നിങ്ങൾ ഒരു സ്ട്രെസ്സിൽ വരുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഞാൻ സോഡിയാക്ക് ഞാൻ പറഞ്ഞിരുന്നോ, സൺ വെച്ചിട്ട് ചിങ്ങരാശിയാണ്, ലിയോ രാശി ആയിരിക്കണം നിങ്ങളുടെ സ്പൗസ്. കപ്സും സ്വാട്സും ആണ് വന്നിരിക്കുന്നത്. കപ്സ് വെച്ച് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ്, കർക്കിടകം, വൃശ്ചികം, മീനം. സ്വാട്സ് വെച്ചിട്ട് ലിബ്ര, ജമുന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. നിങ്ങളുടെ സ്പൗസ് ഈ രാശികളിൽ പെട്ടതായത്. അപ്പൊ അതാത് രാശികൾ പറഞ്ഞവരെ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും ആണ് ഇന്ന് നമുക്ക് കണക്ട് ആയ എനർജി. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് എക്സ്ട്രാ മാരിറ്റൽ അഫയർ അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പെട്ട് കിടക്കുന്നവർക്ക് വേണ്ടിയിട്ടും കൂടെ നോക്കിയിട്ട് നിർത്താം. ഡിവൈൻ പ്ലീസ് ഗൈഡ് മേട രാശിക്കാരായിട്ടുള്ള, അതായത് ഏരീസ് സോഡിയാക്കിലുള്ള എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ, അവര് എൻ്റെ വ്യൂവേഴ്സ് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പെട്ടിരിക്കുകയാണ്. അവർക്ക് അവരുടെ പാർട്ട്ണറുടെ സൈഡിൽ നിന്നുള്ള ആക്ഷൻസ് എന്തായിരിക്കും ഇനിയത്തെ, അവരുടെ റിലേഷൻഷിപ്പിൽ എന്ത് പ്രോഗ്രസ് ആണ് ഇനി ഈ മാസം ജൂലൈ മാസത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുക, ഒന്ന് കാണിച്ചു തരും. എൻ്റെ വ്യൂവേഴ്സ് അവരൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പെട്ടിരിക്കുകയാണ്. അവരുടെ പേഴ്സണിൻ്റെ ഭാഗത്തു നിന്ന് എന്ത് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുമോ, എന്ത് പ്രോഗ്രസ് ആണ് അവരുടെ റിലേഷൻഷിപ്പിൽ ജൂലൈ മാസത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക, ദയവായി കാണിച്ചു തരും. ജസ്റ്റിസ്, 4 of Pentacles, 3 of Swords, okay, 3 of Pentacles, bottom of the deck വന്നിട്ട് Ace of Cups. പ്രഥമ ദൃഷ്ട്യ നമുക്ക് കാണാൻ പറ്റുന്നത്, നിങ്ങളൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണെങ്കിൽ ചിലർക്കെങ്കിലും ഒരു നിങ്ങളുടെ പാർട്ട്ണറുടെ സൈഡിൽ നിന്ന് ഒരു കോർട്ട് കേസ് ഒക്കെ നടക്കുന്നുണ്ടായിരിക്കും അവരുടെ ലൈഫിൽ. അത് ഒന്ന് ഫൈനലൈസ് ആയിട്ട് അവർ നിങ്ങളുടെ സൈഡിലേക്ക് വരാൻ, അല്ലെങ്കിൽ ഒരു കോർട്ട് കേസ് മൂവ് ചെയ്തിട്ടുണ്ട് എന്ന്, ഒരു ഡിവോഴ്സ് ഒക്കെ ആയിരിക്കും അവരുടെ തേർഡ് പാർട്ടി ആയിട്ട് മൂവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു മെസ്സേജ് നിങ്ങൾക്ക് കിട്ടുകയോ, ചിലർക്കെങ്കിലും ഒരു സെപ്പറേഷൻ പോസിബിൾ ആവുകയോ, നിങ്ങളുടെ അടുത്തേക്ക് സെപ്പറേഷൻ പോസിബിൾ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്തുകയോ ചെയ്യാനുള്ള സാധ്യത അവിടെ കാണുന്നുണ്ട്. ജസ്റ്റിസ് വെച്ച് തുലാ രാശിക്കാരായിരിക്കും, ലിബ്ര തുലാ രാശിക്കാരായിരിക്കും നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, പെൻഡക്കിൾസ് ഉണ്ട്, സ്വാട്സ് ഉണ്ട്, കപ്സും ഉണ്ട്. ഓക്കെ, കപ്സ് വെച്ചിട്ട് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ്, കർക്കിടകം, വൃശ്ചികം, മീനം. പെൻഡക്കിൾസ് വെച്ചിട്ട് ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഋഷഭം, കന്നി, മകരം. സ്വാട്സ് വെച്ചിട്ട് ലിബ്ര, ജമുന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. നിങ്ങളുടെ പേഴ്സന്റെ രാശിയാണ് ഈ പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പ്രതി വളരെ പൊസസീവ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അവര് തേർഡ് പാർട്ടി സിറ്റുവേഷനിലൊക്കെ ആണ്, പക്ഷെ നിങ്ങളെ പ്രതി അവർ ഭയങ്കര പൊസസീവ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ വേറെ ഒരാളടുത്ത് സംസാരിക്കുന്നതോ കുറച്ച് അടുത്ത് ഇടപഴകുന്നതോ ഒന്നും അവർക്ക് സഹിക്കാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ്. ഓക്കെ, അത് നമുക്ക് ക്ലാരിഫൈ ചെയ്ത് ബാക്കി കാര്യങ്ങൾ കൂടുതൽ പറയാം. ചിലർക്കെങ്കിലും ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിൽ കൂടെ പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഈ 4 of Pentacles ഇപ്പോഴും കോണ്ടാക്റ്റിലായിരിക്കണം കേട്ടോ. എക്സ്ട്രാ ഇതായിരിക്കും, മീൻസ് തേർഡ് പാർട്ടി സിറ്റുവേഷനിലായിരിക്കും, പക്ഷെ നിങ്ങൾ ഇൻ കോണ്ടാക്റ്റ് ആയിരിക്കണം. ഓക്കെ, അടുത്ത കാർഡ് 3 of Swords വരുമ്പോൾ നമുക്ക് അവിടെ ഒരു മേജർ ഹാർട്ട് ബ്രേക്ക് നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള സാധ്യത, നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ഒരു ഹാർട്ട് ബ്രേക്ക് തരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ഈ രാശിക്കാര് ലിബ്ര, ജമുന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം രാശിയിൽ പെട്ടവരായിരിക്കും നിങ്ങളുടെ പേഴ്സൺ.
കേട്ടോ. അതേപോലെ 3 of Pentacles വന്നിട്ട് അവിടെയും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ സ്ട്രോങ് ആണ്. കാരണം ഇവരുടെ പാർട്ട്ണർ, അതായത് നിങ്ങളുടെ പേഴ്സന്റെ തേർഡ് പാർട്ടി ഉണ്ടല്ലോ, അവര് കുറച്ച് സ്ട്രോങ് ആണ്. അവര് ഇവരെ കൺട്രോൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് അവിടെ കാണുന്നത് കേട്ടോ. കാരണം നിങ്ങളുടെ ലൈഫിന്റെ കൺട്രോള് ആ തേർഡ് പാർട്ടിയുടെ കയ്യിലാണ് എന്നാണ് അതിൽ കാണുന്നത്. കൂടുതൽ ക്ലാരിഫൈ ചെയ്ത് പറഞ്ഞുതരാം. ഏസ് ഓഫ് കപ്സ് വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുടെ അടുത്ത് വളരെയധികം സ്നേഹം തന്നെയാണ്, യാതൊരു ഡൗട്ടും ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ കാർഡും ക്ലാരിഫൈ ചെയ്തിട്ട് ബാക്കി നോക്കാം. പ്ലീസ് ക്ലാരിഫൈ ജസ്റ്റിസ്, പ്ലീസ് ക്ലാരിഫൈ ജസ്റ്റിസ്, പ്ലീസ് ക്ലാരിഫൈ വൈസ് ജസ്റ്റിസ് കാർഡ്. എയ്റ്റ് ഓഫ് സ്വാർഡ്സ് ആൻഡ് 7 of കപ്സ്. അതായത് ഇവര് റെസ്പോൺസിബിലിറ്റീസ് മൂലം നിങ്ങളെ വിട്ട് സെൽഫ് റെസ്ട്രിക്റ്റഡ് സിറ്റുവേഷനിലൊക്കെ ഇരിക്കുകയായിരുന്നെങ്കിൽ നിങ്ങൾക്കൊരു ജസ്റ്റിസ് സെർവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്നാണ് കാണിക്കുന്നത് കേട്ടോ. ചിലർക്കെങ്കിലും ആ ഒരു റെസ്ട്രിക്ഷനിൽ നിന്ന് അവരൊന്ന് പുറത്ത് കടന്നു വരും, നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അവിടെ സ്വോർഡ്സിന്റെയും കപ്സിന്റെയും എനർജിയാണ്. നിങ്ങളുടെ പേഴ്സൺ ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം, അല്ലെങ്കിൽ ക്യാൻസർ, സ്കോർപിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം ഈ രാശിക്കാരായിരിക്കാനാണ് കൂടുതൽ സാധ്യത. ജസ്റ്റിസിന്റെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അടുത്തത് 4 of Pentacles. 4 of Pentacles, പ്ലീസ് ക്ലാരിഫൈ. 4 of Pentacles. 4 of Pentacles എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? ഓക്കെ നിങ്ങളോടുള്ള സ്നേഹം കൂടിയിട്ട്, പൊസസീവ്നെസ് കൂടിയിട്ട് ഇവര് നിങ്ങളുടെ അടുത്ത് ഇത്തിരി വഴക്കൊക്കെ ഇടാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. കാരണം ഇവർ ഇത്തിരി കൺട്രോൾ ചെയ്യുന്ന ആളായിരിക്കണം. കാരണം നിങ്ങൾ കാണാൻ വളരെ നല്ലൊരാളായിരിക്കണം. നിങ്ങളെ പ്രതി ഇവര് ഭയങ്കര പൊസസീവ് ആണ്. നിങ്ങളെ അടുത്ത് റെസ്പെക്റ്റും ഉണ്ട് കേട്ടോ, ഇല്ലാന്നൊന്നും പറയാൻ പറ്റില്ല. മെയിൻ ആയിട്ട് ഇവര് ഭയങ്കരമായിട്ട് സ്നേഹത്തിലാണ്, നിങ്ങളെ ഓവർലി അട്രാക്റ്റഡ് ആണ് നിങ്ങളായിട്ട്. നിങ്ങൾ ഇവരെ മാത്രം കെയർ ചെയ്യണം, ഇവർക്കാണ് നിങ്ങളുടെ ഫുൾ അറ്റൻഷൻ കൊടുക്കേണ്ടത് എന്നൊക്കെ ഇവര് വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവരെ സ്നേഹമാണെന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, പക്ഷെ ഇവര് വിചാരിക്കുന്നത് നിങ്ങളുടെ ഫുൾ അറ്റൻഷൻ ഇവർക്ക് മാത്രം കിട്ടണം, വേറെ ആർക്കും അത് ഡിവൈഡ് ചെയ്ത് പോകുന്നത്, അത് നിങ്ങളുടെ വേറെ ഫാമിലി ആണെങ്കിൽ പോലും അവർക്ക് ഇഷ്ടമല്ല. അപ്പൊ ആ കാര്യമൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ശ്രദ്ധ തരുന്നത് പോരാ എന്നുള്ള രീതിയിൽ ചെറിയ വഴക്കൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. എംപ്രസ് വെച്ചിട്ട് ടോറസ് ആയിരിക്കണം നിങ്ങളുടെ, വൃഷഭരാശി ആയിരിക്കണം നിങ്ങളുടെ പേഴ്സൺ. അല്ലെങ്കിൽ വോൺസും പെന്റക്കിൾസും ഉണ്ട്. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഋഷഭം, കന്നി, മകരം. ആൻഡ് ദെൻ വോൺസ് വെച്ചിട്ട് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു കേട്ടോ. ഇത് നിങ്ങളുടെ പേഴ്സന്റെ ആണ്. നിങ്ങൾ മേടരാശിയാണ്, അതായത് ഏരീസ് ആണ്. ക്ലാരിഫൈ 3 of Swords. Clarify 3 of Swords. Why is 3 of Swords here? Queen of Wands and the Moon. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട് നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ട്. നിങ്ങൾക്കൊരു മേജർ ഹാർട്ട് ബ്രേക്ക് തന്നിട്ട് പോയിട്ടില്ലെങ്കിൽ പോകാൻ സാധ്യതയുണ്ട്. ഇനിയത്തെ മാസം അവരൊരു തീരുമാനം എടുക്കും, നിങ്ങളെ വിട്ട് പോകുന്നതാണ് നല്ലത് എന്നുള്ള രീതിയിൽ ഒരു തീരുമാനം എടുക്കാൻ അവിടെ സാധ്യതയുണ്ട്. ഓക്കെ, അതാണ് മേജറായിട്ട് ഇവിടെ കാണുന്നത്. മൂൺ വെച്ചിട്ട് മീനരാശിക്കാരായിരിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ പേഴ്സൺ. അതേപോലെ വോൺസിന്റെയും സോട്സിന്റെ എനർജി ഉണ്ട്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു ആൻഡ് ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. കാരണം അവരുടെ ലൈഫിലുള്ള തേർഡ് പാർട്ടി വളരെ സ്ട്രോങ് ആണ്. അവര് ഇവരെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് നിങ്ങൾക്കൊരു ഹാർട്ട് ബ്രേക്ക് തന്നേ തീരൂ എന്നുള്ള ഒരു ഡിസിഷൻ കുറച്ച് പേരെങ്കിലും എടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ക്ലാരിഫൈ 3 of Pentacles. Clarify 3 of Pentacles. Page of Cups and 10 of Wands.
പെന്റക്കിൾസിന്റെ എനർജി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പെന്റക്കിൾസ്, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഋഷഭം, കന്നി, മകരം. കപ്സ്, ക്യാൻസർ, സ്കോർപിയോ, പൈസിസ്, കർക്കിടകം, വൃശ്ചികം, മീനം. വോൺസ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു നിങ്ങളുടെ പേഴ്സന്റെ സോഡിയാക്സ് ആയിരിക്കും. അതായത് ഇവര് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ എക്സോസ്റ്റഡ് ആണ്, അവർക്ക് അവിടെ മതിയായി. അവരുടെ കൺട്രോൾ ഇഷ്യൂസ് മൂലം, തേർഡ് പാർട്ടിയുടെ കൺട്രോൾ ഇഷ്യൂസ് മൂലം ഇവർ എക്സോസ്റ്റഡ് ആണ്. അതിൽ നിന്ന് അവർക്ക് പുറത്ത് കടക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്നുള്ളൊരു മെസ്സേജ് നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഈ പറഞ്ഞ രാശിക്കാരായിരിക്കണം നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, ഇതിൽപ്പെട്ട് നിങ്ങൾ മേടരാശിയുമാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു മെസ്സേജ് നിങ്ങളുടെ പേഴ്സന്റെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ക്ലാരിഫൈ. Ace of Cups, last set of card ആണ്. Clarify. Ace of Cups. The World and Nine of Cups. ഒരുപാട് സ്നേഹമാണ് ഇവിടെ. തേർഡ് പാർട്ടി ഒരു പക്ഷെ ഫാമിലി, എക്സ്റ്റെൻഡഡ് ഫാമിലി ആയിരിക്കാനാണ് സാധ്യത. നിങ്ങൾ ലോങ് ഡിസ്റ്റൻസിലുമാണ്. അങ്ങനെയുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എല്ലാ തടസ്സങ്ങളും മറികടന്ന് ഡിസ്റ്റൻസ് ഒക്കെ കവർ ചെയ്ത് നിങ്ങളുമായിട്ട് ഒരു വിഷ് ഫുൾഫിൽമെന്റിൽ എത്തുന്നതായിട്ടാണ് കാണുന്നത്. എനിക്ക് തോന്നുന്നു ഫാമിലി നിങ്ങളുടെ ലവ് അക്സെപ്റ്റ് ചെയ്തിട്ട് ഒരു മാരേജിലൊക്കെ കലാശിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ തേർഡ് പാർട്ടി ആണ്. ഓക്കെ, ഫാമിലി എതിർക്കുന്നുണ്ടായിരിക്കും ഒരു പക്ഷെ. തേർഡ് പാർട്ടി അവിടെ ഫാമിലി ആയിട്ടാണ് കാണുന്നത് കേട്ടോ. അങ്ങനെ ഉള്ള ഒരു സിറ്റുവേഷൻ ആണ് അവിടെ കാണുന്നത്. അപ്പോ നിങ്ങൾ തമ്മിൽ വളരെ സ്നേഹമൊക്കെ തന്നെയാണ്, അതിൽ യാതൊരു ഇതും ഇല്ല. ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാനാണ് സാധ്യത. വേൾഡ് കാർഡ് വെച്ചിട്ട് അതിന് പ്രത്യേകിച്ച് ഒരു സോഡിയാക്ക് ഇല്ല. ഓക്കെ, പിന്നെ കപ്സ് തന്നെയാണ് മെയിൻ ആയിട്ട്. ക്യാൻസർ, സ്കോർപിയോ, പൈസിസ്, കർക്കിടകം, വൃശ്ചികം, മീനം നിങ്ങളുടെ പേഴ്സന്റെ രാശി അതായിരിക്കണം. ലോങ് ഡിസ്റ്റൻസിലായിരിക്കും അവര് ഒരു വിഷ് ഫുൾഫിൽമെന്റുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഓക്കെ, ഇനി ലവേഴ്സിന്റെയും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒരു 4 കാർഡ് ഞാൻ എടുത്ത് നോക്കാം. എക്സിസ്റ്റിംഗ് ലവേഴ്സ്. ഡിവൈൻ ആൻഡ് വ്യൂവേഴ്സ് അവർ എക്സിസ്റ്റിംഗ് ലവേഴ്സ് ആണ്. അവർക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ട്, സ്നേഹബന്ധമുണ്ട്. അതിന്റെ ഇത് പ്രോഗ്രസ് എങ്ങനെയായിരിക്കും ജൂലൈ മാസത്തിൽ? ജൂലൈ 1-ാം തീയതി മുതൽ അവസാനം വരെ ഇവരുടെ പ്രോഗ്രസ് എങ്ങനെയായിരിക്കും? എന്റെ വ്യൂവേഴ്സ് മേടരാശിക്കാരാണ്. മേടരാശിക്കാരായിട്ടുള്ള എന്റെ വ്യൂവേഴ്സിന്റെ എക്സിസ്റ്റിംഗ് സ്നേഹബന്ധം, അവരുടെ ലവ് റിലേഷൻഷിപ്പ് ഈ മാസം അവസാനം വരെ എങ്ങനെയായിരിക്കും പോകുന്നത്? കുറച്ച് സ്ട്രെസ്ഫുൾ ആയിട്ട് പോവാൻ സാധ്യതയുണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ നോക്കാം. 6 of Wands, success. 7 of Pentacles, waiting period. 2 of Wands, long distance. ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂൺ വെച്ചിട്ട് എല്ലാ സൈൻസും തന്നെ ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. കുറച്ച് കൂടുതലായിട്ട് ബോൺസിന്റെ എനർജിയാണ്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. സ്വാട്സ് വന്നിട്ട് ലിബ്ര, ജമുന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. പെന്റക്കിൾസ് വന്നിട്ട് ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഋഷഭം, കന്നി, മകരം. ഈ രാശിക്കാരായിരിക്കും നിങ്ങളുടെ പേഴ്സൺ. എന്തോ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോ വീട്ടുകാരുടെ എതിർപ്പോ എല്ലാം മൂലം ഒന്ന് സെപ്പറേറ്റഡ് ആയിട്ട് ഇരിക്കുകയോ വല്ലതും ആയിരിക്കണം. നിങ്ങൾ ഒരു തൽക്കാലം ഒരു സെപ്പറേഷനിൽ പോകുന്ന പോലെയാണ് കാണുന്നത്. അതുപോലെ സെപ്പറേറ്റഡ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഒരു ചേഞ്ച് ഓഫ് ഇവന്റ് അവിടെ വരുന്നതായിട്ടും കാണുന്നുണ്ട്. ഒരു പോസിറ്റീവ് ചേഞ്ച് കാണുന്നുണ്ട് കേട്ടോ. ചിലർക്കെങ്കിലും നിങ്ങളുടെ ലവ് വീട്ടിൽ അക്സെപ്റ്റ് ചെയ്യപ്പെടും. ഒരു കല്യാണത്തിൽ എത്തുന്നതായിട്ടൊക്കെ, ഒരു പ്രപ്പോസലൊക്കെ വരുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. ചിലർക്ക് അതൊരു ന്യൂ പ്രപ്പോസൽ, ലവ് പ്രപ്പോസൽ ആയിരിക്കും കേട്ടോ. അതേപോലെ ചിലരെങ്കിലും ഒരു വെയിറ്റിംഗ് പീരീഡിലാണ്. എന്തോ കാര്യത്തിന്, ഒന്നുകിൽ കരിയർ, ജോലിയായിട്ട് മുന്നോട്ട് പോകാം എന്നുള്ള രീതി ആയിരിക്കും, അല്ലെങ്കിൽ ജസ്റ്റ് ജോലി കയറിയതായിരിക്കും, ഒന്ന് സമ്പാദിക്കട്ടെ, വെയിറ്റ് ചെയ്യാം എന്ന് വിചാരിക്കുന്നതായിരിക്കും. പെന്റക്കിൾസ് മൂലം, അതായത് ഫൈനാൻസസ് മൂലം ഒരു വെയിറ്റിംഗ് പീരീഡിലാണ്. നിങ്ങൾ തമ്മിൽ സ്നേഹത്തിന് കുറവൊന്നുമില്ല. ചിലര് ലോങ് ഡിസ്റ്റൻസിലാണ്, പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ബന്ധം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളൊരു പ്ലാനിങ്ങിൽ ആണ്. അവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ട്, അത് ഫാമിലി ആയിരിക്കാനാണ് സാധ്യത. നമുക്ക് നോക്കാം. ക്ലാരിഫൈ.
Four of Swords. Please clarify Four of Swords. Why is Four of Swords here? Strength and okay. Stressful situation, third party situation തന്നെയാണ്. തേർഡ് പാർട്ടി ഇവിടെ ഫാമിലി ആയിരിക്കാനാണ് സാധ്യത. കാരണം നിങ്ങൾ ലവേഴ്സ് ആണ്, എക്സിസ്റ്റിംഗ് ലവേഴ്സ് ആണ്. അപ്പോൾ മാരീഡ് അല്ല. അപ്പോൾ അവിടെ ഒരു തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷൻ നമ്മൾക്ക് ഫാമിലി എന്നുള്ള രീതിയിൽ എടുത്താൽ മതി. വീട്ടുകാരെന്നുള്ള എതിർപ്പോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണം. ആ കാര്യം വളരെ ക്ഷമയോടെ ഡീൽ ചെയ്ത് മുന്നോട്ട് പോവാനാണ് നിങ്ങൾ സാധ്യത ഈ മാസം. വഴക്കിനൊന്നും പോകുന്നതായിട്ട് കാണുന്നില്ല. പക്ഷെ ആ കാര്യം ആലോചിച്ച് നിങ്ങൾ സ്ട്രെസ് എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ആലോചിച്ച് മാത്രം മുന്നോട്ട് പോവുക എന്നാണ് പറയുന്നത്. ക്ലാരിഫൈ വീൽ ഓഫ് ഫോർച്യൂൺ. വൈ ഈസ് വീൽ ഓഫ് ഫോർച്യൂൺ ഹിയർ? പ്ലീസ് ക്ലാരിഫൈ വീൽ ഓഫ് ഫോർച്യൂൺ. ടു ഓഫ് കപ്സ്. ഓക്കെ, നിങ്ങളൊരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിൽ നിങ്ങളുടെ എക്സ് തിരിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ബ്രേക്കപ്പ് ആയി പോയി ഓൾറെഡി. നിങ്ങളുടെ എക്സ് ആണ്. നിങ്ങളുടെ എക്സ് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നു റീയൂണിയനുമായിട്ട് എന്നാണ് കാണുന്നത്. നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അവരെ, വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതില് ഈ ഗ്രൂപ്പുകാർക്ക് ഞാൻ സൈൻ പറയാൻ മറന്നുപോയി. ചിങ്ങരാശിയാണ് കേട്ടോ കൂടുതലും. ലിയോ രാശിക്കാരാണ് കൂടുതലായിട്ടും കാണുന്നത്. സോട്സും മോൺസും ഉണ്ട്. ലിബ്ര, ജമുന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം ആൻഡ് വോൺസ് വെച്ചിട്ട് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. ഇവിടെ നമുക്ക് വീൽ ഓഫ് ഫോർച്യൂൺ വെച്ചിട്ട് മിക്കവാറും എല്ലാ രാശികളും തന്നെ ഇതിൽ ഉൾപ്പെടുമെങ്കിലും കപ്സിന്റെ എനർജി ക്യാൻസർ, സ്കോർപിയോ, പൈസിസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ലിബ്ര, ജമുന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം ഈ രാശികളിൽ പെട്ട ആൾക്കാരാണ് തിരിച്ചു വരാൻ സാധ്യത. നിങ്ങളുടെ എക്സ് ഇതിൽ പെട്ടതായിരിക്കണം. അവര് ഒരു റീകൺസിലിയേഷൻ ഉണ്ട്. നിങ്ങൾ ട്വിൻ ഫ്ലെയിം, സോൾമേറ്റ്, പാസ്റ്റ് ലൈഫ് കണക്ഷൻ ജേർണിയിലൊക്കെ ഉള്ളവരായിരിക്കും. ഒരു നല്ല റീയൂണിയൻ അവിടെ കാണുന്നുണ്ട്. ക്ലാരിഫൈ Four of Wands. Please clarify Four of Wands. Why is Four of Wands here? Hermit and okay. നിങ്ങൾ ഈ പറഞ്ഞ പോലെ ലോങ് ഡിസ്റ്റൻസിലായിരിക്കണം. ഓക്കെ, ഒരു പിരിഞ്ഞിരിക്കുന്ന സിറ്റുവേഷൻ ഒക്കെ ആയിരുന്നിരിക്കണം. പക്ഷെ ഒരുപാട് പരസ്പരം മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവർ കരിയർ റിലേറ്റഡ് ആയിട്ട് കുറച്ചൊന്ന് വിട്ടു നിന്നതായിട്ടാണ് കാണുന്നത്. പക്ഷെ ആ ഒരു സിറ്റുവേഷൻ മറികടന്ന് അവര് മിക്കവാറും ജോലി കിട്ടി കാണണം. ഓക്കെ, ഇവർക്ക് നിങ്ങളുടെ പേഴ്സണ് ജോലി കിട്ടി. കാരണം കൂടുതലായിട്ടും വിർഗോക്കാരായിരിക്കും ഇതില്. കന്നി രാശി, പെന്റക്കിൾസ് വെച്ച് ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഋഷഭം, കന്നി, മകരം. ബോൺസിന്റെ എനർജി ഉണ്ട്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. അപ്പോ ഇവര് നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു പ്രപ്പോസൽ ഒക്കെ ആയിട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ ലവ് ഒരു സക്സസിൽ എത്തുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ടായിരുന്നു അവിടെ, അല്ലെങ്കിൽ ഒരു ജോലിയായിരുന്നു അവിടെ തടസ്സം. അവരതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് അതിൽ ഒരു അറ്റം എത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊരു പോസിറ്റീവ് ചേഞ്ചിൽ വരുന്നതായിട്ടാണ് കാണുന്നത്. ഒരു വിക്ടറി കാർഡാണ് അവിടെ കാണുന്നത് കേട്ടോ. ക്ലാരിഫൈ Seven of Pentacles. Clarify Seven of Pentacles. Why Seven of Pentacles? എന്തിനാണ് ഇവര് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? കിങ് ഓഫ് പെന്റക്കിൾസ് ആൻഡ് ജസ്റ്റിസ്. ഇവർക്ക് ഇവരുടെ റെസ്പോൺസിബിലിറ്റിയോട് ജസ്റ്റിസ് ചെയ്തേ മതിയാവുകയുള്ളൂ. ഇവർക്ക് ഫൈനാൻഷ്യൽ ഡിഫിക്കൽട്ടീസിൽ കൂടെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റി ഇവരുടെ മേലെയാണ്. അത് ഫുൾഫില്ല് ചെയ്തതിന് ശേഷം മാത്രമേ ഇവർ നിങ്ങൾക്ക് ജസ്റ്റിസ് ചെയ്യാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുള്ളൂ. അതുകൊണ്ടുള്ള ഒരു വെയിറ്റിംഗ് പീരീഡിലാണ് അവിടെ. ഈ മാസവും അങ്ങനെ തന്നെ പോകും. ഓക്കെ, ക്ലാരിഫൈ Two of Wands. Clarify Two of Wands. ഇതിന്റെ സോഡിയൊക്കെ ഞാൻ പറഞ്ഞില്ലല്ലോ. പെന്റക്കിൾസ്, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഋഷഭം, കന്നി, മകരം. രണ്ടും പെന്റക്കിൾസ് തന്നെയാണ്. പിന്നെ ജസ്റ്റിസിന്റെ കാർഡാണ്. ലിബ്ര, തുലാരാശിക്കാരാണ് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, ക്ലാരിഫൈ Two of Wands. Please clarify Two of Wands. Why is Two of Wands here? Good. King of Wands and Nine of Cups. ഇത് ലോങ് ഡിസ്റ്റൻസ് തന്നെയാണ് കേട്ടോ. അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒന്നും ഇല്ല. ലോങ് ഡിസ്റ്റൻസ് തന്നെയാണ്. ഇവര് ജോലിയൊക്കെ ആയിട്ട് പുറത്തായിരിക്കണം. അവര് നിങ്ങളായിട്ട് ഹൈലി അട്രാക്റ്റഡ് ആണ്. നിങ്ങൾ ഒരുപാട് സ്നേഹമുണ്ട്.
ഫിസിക്കൽ അട്രാക്ഷനും ഈക്വലി തന്നെ ഉണ്ട്. ഓക്കെ, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അവര് നിങ്ങൾക്കൊരു വിഷ് ഫുൾഫിൽമെന്റുമായിട്ട് വരുന്നതിനെ പറ്റി പ്ലാൻ ചെയ്യും എന്നാണ്. വരുന്നു എന്നല്ല, വരുന്നതിനെ പറ്റി പ്ലാൻ ചെയ്യാൻ പോകുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനിയത്തെ മാസം നിങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റിൽ ഉണ്ടെങ്കിൽ എന്തെങ്കിലും മെസ്സേജസ് ഇതിനെ പറ്റിയിട്ട് വീട്ടിൽ സംസാരിക്കാം എന്നൊക്കെയുള്ള രീതിയിൽ, അല്ലെങ്കിൽ നാട്ടിലേക്ക് ഞാൻ വരുന്നുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങളെ കാണാൻ, ഇവര് വേറെ സ്ഥലത്തായിരിക്കണം, അവിടുന്ന് ട്രാവൽ ചെയ്ത് നിങ്ങളെ കാണാൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെപ്പറ്റി പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ പ്ലാനിങ്ങിനെ പറ്റിയിട്ട് നിങ്ങളായിട്ട് ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോ എല്ലാവരുടെയും കാര്യം കവർ ആയില്ലേ ഇതില്? അപ്പൊ ഈ മേടരാശിക്കാർക്ക്, അതായത് ഏരീസ് രാശിക്കാർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പില് ഇങ്ങനെയാണ് ഈ മാസം പോവാൻ പോകുന്നത്. ഓക്കെ, ആയിരിക്കാം. അത് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് മാറ്റങ്ങൾ നമുക്ക് വരുത്താവുന്നതേ ഉള്ളൂ. പോസിറ്റീവ് മാനിഫെസ്റ്റേഷൻ കഴിയുന്നതും ചെയ്യുക, കുറച്ചു നേരം മെഡിറ്റേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ നമുക്ക് കൂടുതലായിട്ട് എനർജി കണക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ലൈക്ക് ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, നല്ലത് മാത്രം വരട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ബൈ.